അവളുടെ മുഖത്ത് ഇന്ന് വല്ലാത്തൊരു സന്തോഷം കാണാമായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അങ്ങനെ പലതും പറയാനുണ്ടാവും അല്ലേ അങ്കിളെ? അതൊന്നും എല്ലാവരോടും പറയാൻ പറ്റില്ല. അബി അലീനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, എനിക്കറിയണ്ടായേ. പക്ഷെ ലോകി അങ്കിളിനെ ഞെട്ടിച്ചുകൊണ്ട് വേണം നിന്റെ എൻട്രി എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഇതിപ്പോൾ നീ ആദ്യം തന്നെ എല്ലാം വന്ന് കൊളാക്കിയില്ലേ? സാരമില്ല, ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അതിലേക്ക് വരാം. രോഹൻ നാളെ രാവിലെ തിരിച്ചെത്തും. അലീന അഭിനവിന്റെയും ലോകേഷിന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ വാർത്ത കേട്ട് അഭിനവിന്റെ മുഖം മാറി. രോഹൻ തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സും വസ്തുവകകളും അബിക്ക് കൈമാറുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അതോടെ അഭിനവ് ലോകത്തിനു മുന്നിൽ ടൈഗറായി വന്ന് MK ഗ്രൂപ്പ് എന്ന വലിയ സാമ്രാജ്യം ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അബി ഇപ്പോഴുള്ളതുപോലെ തന്നെ വെറുമൊരു സാധാരണക്കാരനായി തുടരാനാണ് ആഗ്രഹിച്ചത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. നാളെ തന്നെ രോഹൻ വരുന്നുണ്ടോ? അവൻ 1-2 മാസങ്ങൾക്ക് ശേഷം വരുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്? അഭിനവ് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ താനെന്തിനാ പെട്ടെന്ന് ഇത്ര ടെൻഷനിലായത്? അവൻ വരുന്നതിന് നീ സന്തോഷിക്കല്ലേ വേണ്ടത്? അവൻ നാളെ തിരിച്ചെത്തുന്നതോടെ നിനക്ക് നിന്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടില്ലേ? അലീന പറഞ്ഞു. ഈ വാർത്ത കേട്ട് അഭിനവ് ഒരുപാട് സന്തോഷിക്കുമെന്നാണ് അലീന കരുതിയത്. എന്നാൽ അവൾക്ക് കാണാൻ കഴിഞ്ഞത് രോഹൻ വരുന്നുണ്ട് എന്ന് കേട്ട് നിരാശപ്പെടുന്ന അഭിനവിനെയാണ്. അത് അവളെ അല്പം ആശയക്കുഴപ്പത്തിലാക്കി. അലീന, നമ്മുടെ കമ്പനിയിൽ ഒരു ചാരനുണ്ടെന്ന് നിനക്കറിയാലോ. അയാളെ പിടികൂടാൻ തൽക്കാലം ഞാൻ വെറുമൊരു സാധാരണക്കാരനായി അവിടെ തുടരണം. രോഹൻ വരുന്നുണ്ടെന്ന് കേട്ട് താൻ സന്തോഷിക്കാത്തതിന് അബി ഒരു ന്യായീകരണം പറഞ്ഞു. രോഹന്റെ തിരിച്ചുവരവിൽ അവൻ സന്തോഷിക്കാത്തതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. ടൈഗർ തിരിച്ചെത്തിയ കാര്യം രോഹൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന ഭയം അഭിനവിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ പെട്ടെന്ന് വരേണ്ട ആവശ്യമില്ല. അല്ല അബി, നീ പറയുന്നത് എനിക്കത്ര ദഹിക്കുന്നില്ല. സാധാരണക്കാരനെ പോലെ ഇങ്ങനെ നിന്നാൽ നിനക്ക് ആ ചാരനെ കണ്ടെത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? കാര്യങ്ങളൊക്കെ ഇതോടെ കലങ്ങി തെളിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോ അലീന സംശയത്തോടെ ചോദിച്ചു. അഭിനവ് ഒന്നും മിണ്ടാതെ കുറച്ച് സെക്കൻഡുകൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി, ഒരു ഉത്തരം ആലോചിക്കുന്നത് പോലെ. ലോകേഷ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രോഹൻ വരുന്ന കാര്യം അലീന അബിയെ അറിയിച്ചു. എന്നാൽ രോഹൻ ഉടനെ വരുമെന്ന് അഭിനവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ മുഖം മാറി. എന്തായിരിക്കും രോഹന്റെ ഉദ്ദേശമെന്ന് അഭിനവ് ചിന്തിച്ചു. രോഹൻ നാളെ വരട്ടെ, പക്ഷെ ഞാൻ തിരിച്ചു വന്ന വിവരം അവനോട് പെട്ടെന്ന് പറയരുത്. അബി പറഞ്ഞത് കേട്ട് അലീനയും ലോകേഷും ഞെട്ടിപ്പോയി. എന്താ നീ പറയുന്നത്? രോഹനോട് നീ തിരിച്ചു വന്നത് പറയണ്ടെന്നോ? അതെങ്ങനെ ശരിയാവും? അപ്പൊ നിന്റെ കമ്പനിയുടെ ഉത്തരവാദിത്വം ഒന്നും നീ ഏറ്റെടുക്കുന്നില്ലേ? ഇനി എല്ലാം രോഹൻ തന്നെ നോക്കിയാൽ മതിയെന്നാണോ? അലീന അത്ഭുതത്തോടെ ചോദിച്ചു. അതുതന്നെയാ എനിക്കും ചോദിക്കാനുള്ള ടൈഗർ. MK ഗ്രൂപ്പിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. സഞ്ജയുടെ മകൻ അത് ഏറ്റെടുത്താൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലോകേഷും അലീനയുടെ വാക്കുകൾ പിന്തുണച്ചു. ലോകേഷിന്റെ വാക്കുകൾ കേട്ട് അഭിനവ് അയാളുടെ നേരെ നോക്കി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. രോഹന് ബിസിനസ് നടത്താൻ അറിയില്ല. രോഹൻ ലീഡ് ചെയ്ത് നമ്മുടെ കമ്പനി ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ്. എന്തിനേറെ പറയുന്നു, അവന്റെ പുതിയ കമ്പനിയായ ഇമേജിംഗ് സെക്യൂരിറ്റീസ് പോലും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. എല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണോ നീ പറയുന്നത്? നീ എന്തെങ്കിലും ഒരു ഉത്തരം താ, അലീന ചോദിച്ചു. ലോകേഷും അലീനയും എന്തൊക്കെ ചോദിച്ചിട്ടും അഭിനവ് നിശബ്ദനായി നിൽക്കുന്നത് കണ്ട് അലീന അസ്വസ്ഥനായി. അഭിനവ് താൻ പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ഒരു വശത്ത് തൻ്റെ അച്ഛൻ്റെ കൊലയാളിയോട് പകരം ചോദിക്കണം, മറുവശത്ത് അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായി ഉയർന്നു വന്ന കമ്പനി തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു. ഇത് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന താൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഈ സമയത്ത് പാനിക്കായിട്ട് കാര്യമില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി സംയമനത്തോടെ നേരിടണം, അബി ചിന്തിച്ചു. ലോകി അങ്കിളിനെ അപ്രതീക്ഷിതമായി കണ്ടതും അങ്കിളിൽ നിന്ന് പഴയ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അവനെ ആകെ അസ്വസ്ഥനാക്കിയിരുന്നു. അതോടൊപ്പം രോഹൻ വരുന്നുണ്ടെന്നുകൂടി കേട്ടതോടെ അവൻ ആകെ പാനിക്കായി. താൻ കാത്തിരുന്ന ദിവസം വളരെ പെട്ടെന്ന് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നി. ടൈഗർ, അബി! അലീനയും ലോകേഷും അവനെ ഒരുമിച്ച് കുലുക്കി വിളിച്ചു. അത് കേട്ട് അബി അവരുടെ നേരെ നോക്കി. ആദ്യവും വരട്ടെ, എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും, അബി പറഞ്ഞു. നീ എന്താടാ ഇങ്ങനെ? ഇതിലൊക്കെ എന്താ ഇത്ര ആലോചിക്കാൻ? അവൻ വരുമ്പോൾ നീ തിരിച്ചെത്തിയ കാര്യം പറയണം. എന്നിട്ട് കമ്പനി മുഴുവൻ നീ അങ്ങ് ഏറ്റെടുക്കണം. എന്നിട്ട് വേണം ബാക്കി ആലോചിക്കാൻ. അല്ല പിന്നെ, അലീന പറഞ്ഞു. അബിന് ഒരു ദീർഘനിശ്വാസം എടുത്ത് അലീനയുടെ അരികിലേക്ക് ചെന്നു. ലിസൺ അലീന, ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് സം റെസ്റ്റ് ആൻഡ് ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അലീനയ്ക്ക് പിന്നെയും എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അബിയുടെ മൂഡ് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ളതെല്ലാം അവൾ ഉള്ളിലൊതുക്കി. ലോകേഷും ഇതേ കാര്യം മനസ്സിലാക്കി കൂടുതലൊന്നും പറഞ്ഞില്ല.
കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അഭിനവ് ആ നിശബ്ദത ഭഞ്ജിച്ചു. ഞാൻ ഇറങ്ങിയാണ്, പിന്നീട് കാണാം, ബൈ. ലോകേഷും അലീനയും അത് കേട്ട് തലയാട്ടി. അബി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അവന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. കാറെടുത്തവൻ സിറ്റിയിലെ റോഡുകളിലൂടെ അലക്ഷ്യമായി സഞ്ചരിക്കാൻ തുടങ്ങി. നേരം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അർദ്ധരാത്രി വരെയും അവൻ അറിയാത്ത വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. കാറിലിരുന്ന അഭിനവ് രോഹനെ എങ്ങനെ നേരിടണമെന്നും അവന്റെ സെക്രട്ടറി റാണിയെ എങ്ങനെ പിടികൂടണമെന്നും ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ചെറിയ ബസ് സ്റ്റോപ്പിന് സമീപം രണ്ടുപേർ തമ്മിൽ വഴക്കിടുന്നവൻ കണ്ടു. അവിടെ നിൽക്കുന്ന പെൺകുട്ടിയെ എവിടെയോ കണ്ട് മുൻപരിചയമുള്ളതുപോലെ അഭിനവിന് തോന്നി. പക്ഷെ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. അവൻ തന്റെ കാർ സ്ലോയാക്കി. നീ ആരാന്നാടി നിന്റെ വിചാരം? നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് വേണ്ട. ആൺകുട്ടി പെൺകുട്ടിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അലറി. ശ്യാം, ബിഹേവ് യുവർ സെൽഫ്. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കൂ. പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് ഇതുവരെ നിന്റെ അമ്മ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? കഷ്ടം. പെൺകുട്ടി ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ആ പ്രദേശം വിജനമായിരുന്നു. അതിനാൽ മറ്റാരും അവരുടെ പ്രശ്നത്തിൽ ഇടപെടാനുണ്ടായിരുന്നില്ല. എന്താണ് നീ പറഞ്ഞത്? എന്റെ അമ്മയെ എന്തിനാടി ഇതിനിടയിൽ വലിച്ചിട്ടത്? അവൻ ദേഷ്യത്തോടെ പെൺകുട്ടിയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അലറി. അഭിനവ് ഈ കാഴ്ച കണ്ട ഉടനെ തന്റെ കാറ് നിർത്തി പുറത്തേക്കിറങ്ങി. അവൻ ഇരുവരുടെയും അടുത്തേക്ക് ചെന്നു. എടാ, വിടടാ അവളെ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ യുവാവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പെൺകുട്ടിക്ക് അബിയെ കണ്ടപ്പോൾ ശ്വാസം നേരെ വീണു. വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് അവൾ അവനെ തിരിച്ചറിയുന്നത്. അബി, ഇത് നീയായിരുന്നോ? പെൺകുട്ടി ചോദിച്ചു. റോഷ്നി, എന്താ ഇതൊക്കെ? അഭിനവ് അവളുടെ നേരെ നോക്കി ചോദിച്ചു. അബിയുടെ കണ്ണുകൾ ആ യുവാവിലേക്കും എത്തി. അവനും അഭിനവിനെ തന്നെ നോക്കിയായിരുന്നു. പെട്ടെന്ന് റോഷ്നി എന്തോ ചിന്തിച്ചുകൊണ്ട് അബിയുടെ നേരെ ചെന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അബി, ഈ സ്കൗണ്ടറൽ കുറച്ച് ദിവസം എന്നെ ശല്യപ്പെടുത്തുന്നു. ഇവൻ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഐ എം റിയലി സോറി. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. പക്ഷെ ഇത്രയും വലിയ കുഴപ്പത്തിൽ ഞാൻ ചെന്ന് ചാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നു മുതൽ നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. പ്ലീസ് എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കേ, റോഷ്നി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അഭിനവ് മാത്രമല്ല ശ്യാമും ഞെട്ടിപ്പോയി. ഓ, ഇയാൾ നിന്റെ കാമുകനാണെന്ന് ഞാൻ വിശ്വസിക്കണമായിരിക്കും. ഏതായാലും വഴി കൂടെ പോയി ഒരുത്തനെ പിടിച്ചുള്ള നിന്റെ നാടകം കൊള്ളാം. പക്ഷെ ഇതിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല, ശ്യാം പറഞ്ഞു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹീസ് മൈ ബോയ് ഫ്രണ്ട്. ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കാൻ പോവാണ്. സോ പ്ലീസ്, വെറുതെ ഇനി എൻ്റെ പുറകെ നടന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അബി അല്ലാതെ മറ്റാരെയും വിവാഹം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എല്ലാ രീതിയിലും ഒന്നായവരാണ് ഞങ്ങൾ, റോഷ്നി പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടി. പെട്ടെന്ന് അവൾ അബിയെ നോക്കി കണ്ണിറുക്കി. അപ്പോഴാണ് അവൻ ഇതെല്ലാം റോഷ്നിയുടെ നാടകമാണെന്ന് മനസ്സിലായത്. ഇവനെ കൊണ്ടുള്ള ശല്യം കാരണമായിരിക്കും അവൾ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്, അബി ചിന്തിച്ചു. അതിനാൽ അവൾക്ക് അനുകൂലമായി നിൽക്കാൻ അവൻ തീരുമാനിച്ചു. ഉടനെ അബി ശ്യാമിന്റെ അടുത്തേക്ക് ചെന്നു. മോനെ നിർത്തിക്കോ, മേലാൽ എന്നെ റോഷ്നിയുടെ പരിസരത്ത് നിന്നെ കാണരുത്. അവൾ ഇനി എന്നോട് എന്തെങ്കിലും പരാതി നിന്നെപ്പറ്റി പറഞ്ഞാൽ പിന്നെ നീ ജീവനോടെ വീട്ടിൽ പോകില്ല, കേട്ടല്ലോ? അബി ശ്യാമിന് താക്കീത് നൽകി. അത് കേട്ട് ശ്യാം ഒന്ന് പരിഭ്രമിച്ചു എങ്കിലും അത് മുഖത്ത് കാണിച്ചില്ല. പെട്ടെന്ന് ഇപ്പോൾ എങ്ങനെയാണ് റോഷ്നിക്കൊരു കാമുകനുണ്ടായത് എന്നവൻ ഓർത്തു. തന്നെ പറ്റിക്കാൻ വേണ്ടി അവൾ കളിക്കുന്ന നാടകമായിരിക്കും ഇതെന്നും ശ്യാം ചിന്തിച്ചു. നീ അപ്പോൾ ഇവളുടെ കാമുകനാണല്ലേ? കൊള്ളാം. പക്ഷേ വെറുതെ കാമുകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി എന്നെ വിശ്വസിപ്പിക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയി അവളെ കിസ് ചെയ്യ്, ശ്യാം പറഞ്ഞത് കേട്ട് അബി ഞെട്ടി. എന്താടാ പറഞ്ഞേ? അവൻ ഒന്നുകൂടി ശ്യാമിനോട് ചോദിച്ചു. എന്താ, കാമുകന് ചെവി കേൾക്കുന്നില്ലേ? നീ ഇവളുടെ കാമുകനാണെങ്കിൽ ഇവിടെ കിസ് ചെയ്യാൻ, അതായത് ചുംബിക്കാൻ, അതും ഇപ്പോൾ ഇവിടെ വെച്ച്. ശ്യാം അത് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും കെട്ടിനിന്നു. അഭിനവന്റെ ശരീരത്തിൽ ഒരു വിറയൽ പടർന്നു. റോഷ്നിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അവളുടെ ബോയ് ഫ്രണ്ടാണെന്ന് കള്ളം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ചെക്കൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാൽ അതിലിങ്ങനെ ഒരു ചതിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ അവൻ റോഷ്നി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും റോഷ്നി മുന്നോട്ട് വന്ന് അഭിനവന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. ഈ കാഴ്ച കണ്ടയുടനെ ശ്യാമിന്റെ ചിരി പൂർണ്ണമായി മാഞ്ഞു. താൻ പറഞ്ഞ ഉടനെ റോഷ്നി അബിയെ കിസ് ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാൽ അവിടെ ശ്യാമിനേക്കാൾ ഞെട്ടിയത് അബിയായിരുന്നു. വൈഷ്ണവിയോട് അവനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അനന്യെ കല്യാണം കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ആദ്യമായാണ് മറ്റൊരു പെൺകുട്ടി അവനെ ചുംബിക്കുന്നത്. അബി എന്ത് വേണമെന്ന് പോലും അറിയാതെ നിന്നുപോയി.